നാത്തുവിൻ്റെ ശബ്ദം ഞാൻ അവസാനമായി കേട്ടത് ഞാൻ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. ചേച്ചി എവിടാ? ഞാൻ പറഞ്ഞു, മോളെ ഞാൻ ഡബ്ബിങ്ങില്ല, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും, ചേച്ചി ഫ്രീ ആകുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ വിളിക്കാം എന്നും പറഞ്ഞ് വെച്ചു. അതാണ് എൻ്റെ നാത്തുവിൻ്റെ അവസാന ശബ്ദം എൻ്റെ ചെവിയിലുള്ളത്. കാരണം ഞാൻ ഡബ്ബിങ് കഴിഞ്ഞപ്പോൾ 5 മണി, അത് കഴിഞ്ഞപ്പം ജോമിയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു, ജോമിക്ക് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് പറഞ്ഞു. എനിക്ക് അവളുടെ ആ ശബ്ദം മാത്രമേ എൻ്റെ ചെവിയിൽ നിന്നുള്ളൂ. അതോർത്ത് സങ്കടപ്പെടാത്ത ഒരു നിമിഷം പോലും ഇല്ല. കാരണം അവളുടെ അങ്ങേതലയ്ക്കിൽ അവൾ എന്താണ് പറയാൻ, അതാണ് എൻ്റെ ചിന്ത. എന്തായിരുന്നു അവൾക്ക് പറയാൻ, അവളെ ബാക്കി കേൾക്കാൻ നിന്നിരുന്നെങ്കിലെന്ന്. അതിൽ പിന്നെ ഞാൻ ആര് ഫോൺ വിളിച്ചാലും പിന്നത്തേക്ക് വെക്കത്തില്ല, അവരുടെ ഫോൺ എടുക്കും. ആരെ കേൾക്കാനും ഞാൻ തയ്യാറാവും. ആരെയും എനിക്ക് പണം കൊടുത്ത് സഹായിക്കാൻ ഒരു പരിമിതികളുണ്ട്. ഞാൻ അത്ര വലിയ കാശുകാരിയല്ല, അല്ല, എല്ലാത്തിനും ഒരു പരിധി ഉണ്ടാവാം. പക്ഷേ കേൾക്കാനൊരു മനസ്സ്, അതിനോളം വലുതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അവളുടെ ജോമിയുടെ വാക്കുകൾ എന്തായിരുന്നു എന്ന്. അത് ഒന്നുമില്ലായിരിക്കാം, ചുമ്മാ വിളിച്ചതായിരിക്കാം. പക്ഷെ നഷ്ടപ്പെട്ടപ്പോൾ അതെൻ്റെ ഉള്ളിൽ എന്തായിരിക്കും. എൻ്റെ ആങ്ങളെന്ന് അതും ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയി അവർ 2 കുഞ്ഞുങ്ങളുണ്ട്. ആ സ്നേഹവും കരുതലും അവരെ കേൾക്കാനും അതിൻ്റെ 100 മടങ്ങ് ഇരട്ടിയായിട്ട് ഞങ്ങൾ അവർക്ക് ഇപ്പോൾ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. മത്സരിച്ച് സ്നേഹിച്ചുകൊണ്ടിരിക്കും.